പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 സോഷ്യോയുടെ 32ാമത്തെ ചാപ്റ്ററിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസെപ്റ്റീവ്സ്, ചരിത്രവും സാംസ്കാരികവുമായിട്ടുള്ള വീക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓപ്ഷണൽ വിഭാഗത്തിൽപ്പെട്ട ചാപ്റ്റർ ആണ് 32A എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 സിലബസ് അപ്ഡേഷൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ൽപ്പെട്ട ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ പലരും ചിന്തിക്കും, മലയാളത്തിൽ പരീക്ഷ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അതിൻ്റെ അർത്ഥം മനസ്സിലാവും, അവിടെയുള്ള ടീച്ചേഴ്സ് പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് ആൻസർ ചെയ്ത് കഴിയുമോ എന്നുള്ള ഒരു ആകാംക്ഷ പലരിലും ഉളവാക്കുന്നതാണ്. അത്തരം ഒരു കോൺഫിഡൻസ് കുറവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി ഓരോ ക്വസ്റ്റ്യൻസിന്റെ മലയാള അർത്ഥം പറഞ്ഞ് മലയാളത്തിൽ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഗൈഡിലും വരുന്നത്. ഗൈഡ് എല്ലാ വിഷയത്തിൻ്റെയും ഗൈഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ചാപ്റ്ററിൽ വരുന്ന 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യനും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 1 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിംഗ് ദി വേദിക് പീരിയഡ്. വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവിയെ കുറിച്ച് വിവരിക്കാനാണ്. സ്ത്രീകളുടെ പദവി എല്ലാ സമൂഹങ്ങൾ അർപ്പിക്കുന്നതിലും സ്ത്രീകളുടെ പദവിക്ക് എല്ലാ സമൂഹങ്ങളിലും അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. മറ്റെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യയിൽ പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളെ വെറും വസ്തുക്കളായിട്ടാണ് കാണുന്നത്. സ്വന്തം കുടുംബത്തിൽ തന്നെ പൊതുവെ ഭർത്താവും ഭാര്യയും മക്കളൊക്കെ അടിമകളെ പോലെ കഴിയുന്ന ഒരു കാലഘട്ടമുണ്ട്. മതഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ സ്ത്രീകൾക്ക് ഉന്നത പദവിയുള്ളതായി കാണാം. എന്നാൽ വാസ്തവത്തിൽ ചരിത്രത്തിൽ ഓരോ ഘട്ടത്തിലും അവൾക്ക് അത് നേടാൻ ആയിട്ടില്ല. സ്ത്രീകൾക്ക് എവിടെ ആരാധിക്കപ്പെടുന്നോ അവിടെ ദൈവം വസിക്കുന്നു എന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായാണ് ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകളോടുള്ള സമീപനം വരുന്നത്. അതിൽ ഹൃദയ കാലഘട്ടത്തിൽ പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ശ്രേഷ്ഠമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഹൃദയ കാലഘട്ടം, പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേദകാലഘട്ടത്തിന്റെ ആരംഭം. ഈ കാലഘട്ടത്തിൽ പുരുഷന് തുല്യമായ ഒരു സ്ഥാനം സ്ത്രീക്കും സമൂഹത്തിലും ഉണ്ടായിരുന്നെന്നാണ് സാഹിത്യവും ചരിത്രവുമായ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. പെൺകുട്ടികൾ ഉണ്ടാകുന്ന ശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നു. പെൺകുട്ടികളുടെ പിതാക്കന്മാരെ ഹൃദയം പ്രശംസിക്കുന്നുണ്ട്. അക്കാലത്ത് വേദപഠനത്തിന് മുമ്പായി ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളും ഉപനയ കർമ്മം അനുഷ്ഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഗാർഗി, മൈത്രോയി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേദ പണ്ഡിതന്മാരായിരുന്നു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വൈവാഹിക ജീവിതം നിർബന്ധമായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാമായിരുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവിവാഹിതരായി തുടരാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വിവാഹത്തിന് പ്രായപരിധി ഇല്ലായിരുന്നു. എങ്കിലും സാധാരണ വിവാഹപ്രായം 14-നും 17-നും മധ്യയായിരുന്നു. വിദ്യാസമ്പന്നകളായ സ്ത്രീകൾക്ക് വേദകാലഘട്ടത്തിൽ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ഇടപെടാൻ കഴിഞ്ഞിരുന്നു. വിധവകൾക്ക് പുനർവിവാഹം അനുവദനീയമായിരുന്നു. നിയോഗ എന്ന വിധവ വിവാഹ സമ്പ്രദായത്തെക്കുറിച്ച് വളരെയധികം പരാമർശം കാണാം. ഭർത്താവ് രോഗബാധിതനായി മരിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ അനുവാദത്തോടെ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും അവരെ വിവാഹം ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ സമ്പ്രദായമാണ് നിയോഗ എന്നാണ്. എന്നാൽ ഇതിൽ ചില സന്ദർഭങ്ങളിൽ മാറ്റങ്ങളും കാണുന്നുണ്ട്. വിധവ ഭർത്താവിൻ്റെ സഹോദരനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. അവരുടെ താല്പര്യപ്രകാരം ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാൻ സമൂഹം അവരെ അനുവദിച്ചിരുന്നു. ഹൃദയത്തിൽ ഒരിടത്തും സതി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശങ്ങളില്ല. ശൈശവിവാഹം അക്കാലത്ത് അജ്ഞാതമായിരുന്നു. പെൺകുട്ടികളുടെ വിവാഹം പ്രായപൂർത്തിയാകുന്നതിന് ശേഷം മാത്രമാണ് നടത്തിയിരുന്നത്. അതിന് സ്ത്രീധനം ഒരു തടസ്സമായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ പിതൃദായ ക്രമമാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. കുടുംബകാര്യങ്ങളിൽ പിതാവായിരുന്നു പരമാധികാരി. ആദരണീയ വിധേയത്വം എന്ന മട്ടിലാണ് സ്ത്രീയെ പരിഗണിച്ചിരുന്നത്. വേദകാലഘട്ടത്തിൽ ഭാര്യയെ സ്നേഹത്തോടും മര്യാദത്തോടും കൂടിയാണ് പരിചരിച്ചത്. സഹനം, ക്ഷമ, സമർപ്പണം എന്നീ ഗുണങ്ങളാണ് പരിചരിച്ചത്.
എന്നീ ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. മതപരമായ ചടങ്ങുകളിലും യാഗങ്ങളും പുരുഷനും സ്ത്രീകൾക്കും തുല്യ പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. പ്രാർത്ഥനകളിലും യാഗങ്ങളും ഭർത്താവും ഭാര്യയും ഒന്നിച്ചാണ് പങ്കെടുത്തിരുന്നത്. ഋഗ്വേദത്തിൽ നിന്നും ലഭ്യമാകുന്ന തെളിവുകൾ വെച്ച് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷന് തുല്യമായ പദവി അനുഭവിച്ചിരുന്നു. ഏകഭക്തി സമ്പ്രദായമാണ് ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. എന്നാൽ അപൂർവമായ ബഹുഭാര്യത്വം നിലനിന്നു. വിധവകൾക്ക് ഭർത്ത സഹോദരനെ പുനർവിവാഹം ചെയ്യാൻ അനുവദിച്ചിരുന്നു. വിവാഹം എന്നത് നിർബന്ധമായ ഒരു പ്രക്രിയയായി കരുതിയിരുന്നില്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യമായ അവസരം നൽകിയിരുന്നു. പിന്നെ വരുന്നതാണ് പിൻകാല വേദ കാലഘട്ടം എന്ന് പറയുന്നത്. പിൻകാല വേദ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവിയിൽ താഴ്ച സംഭവിച്ചു. സാമൂഹ്യ മതപരമായ രംഗങ്ങളിൽ നിന്ന് സ്ത്രീകളെ ഒഴിച്ചു നിർത്താൻ തുടങ്ങി. ശുദ്ധി വിശുദ്ധി തുടങ്ങിയ സ്ഥാനം പിടിച്ചു. കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്ക് ഉയർന്ന പതിയും സ്വത്തവകാശവും കൈവരാൻ തുടങ്ങി. ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം വന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. പുരുഷന് പുനർവിവാഹം ആകാമായിരുന്നു. സ്ത്രീകളുടെ പുനർവിവാഹം കാര്യമായി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഈ കാലഘട്ടത്തിൽ തകർച്ചയെ നേരിട്ടിരുന്നു. ഇതിഹാസങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ മാതൃകാ സങ്കല്പങ്ങളായി വാഴ്ത്തപ്പെട്ടു. എന്നാൽ അതേ സമയം തന്നെ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളും വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധ. ബുദ്ധസത്തിലും ജൈനിസത്തിലൊക്കെ സ്ത്രീകളുടെ എന്താണ് പദവി എന്താണ്? ജൈനമതത്തിലും ബുദ്ധമതത്തിലൊക്കെ ജൈന ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉയർന്ന സാമൂഹ്യ പദവി അലങ്കരിക്കാൻ പ്രസ്തുത മതങ്ങൾ അനുവദിച്ചിരുന്നു. മതപരമായ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനും ചടങ്ങുകൾ പങ്കെടുക്കുന്നതിനും സംഘത്തിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതിനും സ്ത്രീകളെ അനുവദിച്ചിരുന്നു എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസ്? എന്തൊക്കെ ഘടകങ്ങളാണ് ഫോർ ദി ഡിക്ലൈൻ ഓഫ് ദി സ്റ്റാറ്റസ് ഓഫ് ഡിക്ലൈൻ എന്ന തകരയാണ്, വുമൻസിന്റെ പദവി തകരാണ് ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് ധർമ്മരാഷ്ട്ര എന്ന് പറയുന്നത്. ധർമ്മരാഷ്ട്ര കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി കുറയാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയെന്നതാണ്. ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ മതപരവും സാമ്പത്തികപരവുമായ പദവി കുറഞ്ഞു. എല്ലാ കാര്യത്തിലും സ്ത്രീ പുരുഷനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. സ്ത്രീകൾ അവഗണിക്കപ്പെടാൻ തുടങ്ങി. സാമൂഹിക പെരുമാറ്റ മാതൃകകളും നിയമങ്ങളും നിലവിൽ വന്നു. മനുസ്മൃതി സമൂഹത്തിൽ സ്ഥാനം പിടിച്ചു. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്നായിരുന്നു മനുസ്മൃതിയിൽ പറഞ്ഞിരുന്നത്. സ്ത്രീകളുടെ സാമൂഹ്യ പങ്കും ഇതിനാൽ പരിമിതപ്പെട്ടു. യജ്ഞവൽകൃത സ്മൃതിയിൽ പ്രായപൂർത്തിയായ കുട്ടികളെ വിവാഹം കഴിക്കുന്നത് പാവമായി പരാമർശിക്കുന്നത് കാണും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശൈശവ വിവാഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിവാഹപ്രായം കുറഞ്ഞു വന്നു. വിവാഹം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാമൂഹിക ആചാരമായി മാറി. സ്മൃതികൾ അവിവാഹിതയായ സ്ത്രീക്ക് മോക്ഷത്തിൽ അർഹതയില്ല എന്ന് ഉദ്ഘോഷിച്ചു. പുരുഷന് സ്ത്രീയെ ശാരീരികമായി ശിക്ഷിക്കുന്നതിനുള്ള അനുവാദം നൽകപ്പെട്ടു. വിധവ പുനർവിവാഹം നിരുത്സാഹപ്പെടുത്താനും തുടങ്ങി. സതി സമ്പ്രദായം വ്യാപകമായി തീർന്നു. സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഏറ്റവും മോശമായ സാമൂഹ്യ സ്ഥിതിയിലേക്ക് മാറാൻ തുടങ്ങിയെന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിംഗ് ദി മിഡീവൽ പീരിയഡ്. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എങ്ങനെയാണ്? മധ്യകാലഘട്ടത്തിലും സ്ത്രീകളുടെ പദവി കുറവായിരുന്നു. പർദ്ദ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. ബഹുഭാര്യത്വം വർദ്ധിച്ചു. ശൈശവിവാഹം സതി സമ്പ്രദായം വ്യാപകമായി തീർന്നു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. വിവാഹം പെൺകുട്ടികൾക്ക് അത്യന്താപേക്ഷിതമായി. 15-ാം നൂറ്റാണ്ടിൽ രാമാനുജാര്യ തുടങ്ങിയ ഭക്തി പ്രസ്ഥാനത്തിന്റെ വരവോടുകൂടി സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായി. സ്ത്രീകളുടെ സാമൂഹിക മതപരമായ ജീവിതത്തിൽ പുതിയ പ്രവണതകൾ കാണാൻ തുടങ്ങിയതിന് കാരണം ഭക്തി പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ച ഭക്തി പ്രസ്ഥാനമാണ്. മതസ്വാതന്ത്ര്യത്തിനോടൊപ്പം സാമൂഹികമായ ചില സ്വാതന്ത്ര്യങ്ങൾ അവർ നേടിയെടുത്തു. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി താണതായിരുന്നെങ്കിലും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീകളും അക്കാലത്തുണ്ടായിരുന്നു. റസിയയും നൂർജഹാനും പ്രഗത്ഭരായ ഭരണാധികാരികളായിരുന്നു. ഹിന്ദുക്കൾക്കിടയിൽ വിരൂപവതിയും പത്മാവതിയും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണമായി. ലക്ഷ്മി ദേവി, മീരാബായി എന്നിവരും ഇക്കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തരാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ആധുനിക യുഗത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ബ്രിട്ടീഷ് യുഗം, രണ്ട് സ്വാതന്ത്ര്യാനന്തര യുഗമാണ്. ബ്രിട്ടീഷ് യുഗം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിൽ സ്ത്രീകളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടായി. സ്ത്രീകളുടെ ദയനീയ സ്ഥിതിയിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ ആകർഷിച്ചു. സതി, ശൈശവിവാഹം, ബഹുഭർത്തൃത്വം, ബഹുഭാര്യത്വം, ദേവദാസ സമ്പ്രദായം, നിരക്ഷത എന്നിങ്ങനെ സമൂഹത്തെ പിന്നോക്ക അവസ്ഥയിലേക്ക് നയിക്കുന്ന
നിരവധി സാമൂഹ്യ ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. സതി നിരോധന നിയമം ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവസര സമത്വത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നിവ ശക്തിപ്പെട്ടു. ജ്യോതിബ ഫൂലെ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചു. രാജാറാം മോഹൻ റോയ്, കേശവ് ചന്ദ്ര സെൻ, ഗോവിന്ദറാനഡെ തുടങ്ങിയവരുടെ പ്രവർത്തനം വലിയ ചലനമുണ്ടാക്കി. ശൈശവ വിവാഹ നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചു. ഇത് ഗാന്ധി യുഗത്തിൽ വളരെ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. പിന്നെ സ്വതന്ത്രാനന്തര യുഗമാണ്. ജനുവരി 26 നിലവിൽ വന്ന തുല്യ അവസര സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പെടുത്തി. അതിൻ്റെ നിയമവ്യവസ്ഥകൾ 1954 പ്രത്യേക വിവാഹ നിയമമുണ്ട്, 1955 ഹിന്ദു വിവാഹ നിയമമുണ്ട്, 1954 ഹിന്ദു പിന്തുടർച്ച നിയമമുണ്ട്, 1961 സ്ത്രീധന നിരോധന നിയമമുണ്ട്, 1961 പ്രസവാനുകൂല്യ നിയമമുണ്ട്, 1976 തുല്യവേതന നിയമമുണ്ട്, 1976 ശൈശവ വിവാഹ നിയന്ത്രണ നിയമം, 1976 കരാർ തൊഴിൽ നിയമം, 1986 കുടുംബ കോടതി, 1987 സതി നിരോധന നിയമ കമ്മീഷൻ. ഇങ്ങനെയുള്ളതാണ് ഇതിന് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. ഏകദേശം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും അവസാനിച്ചു. ഇനി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറുമാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. NASൻ്റെ വിവിധ ക്ലാസ്സുകൾക്കും SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നമ്മൾ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും വളരെ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്, എല്ലാവർക്കും മലയാളത്തിലുള്ള ഗൈഡുകൾ ഫ്രീ ആയി നൽകുന്നുണ്ട്. അസൈൻമെൻറ്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ +2 SSLC നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൽ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.